നേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്ന കരിയറാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചൊരു കാര്യം, ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്തൊരു പെൺകുട്ടി 38 വയസ്സുള്ള അവിടുത്തെ പ്രധാനമന്ത്രിയായി, പെൺകുട്ടി പേര് ഞാൻ ഓർക്കുന്നില്ല. അവൾ NGO വഴി സാമൂഹ്യ സേവനത്തിൽ ഇറങ്ങിയതിന് ശേഷം അവൾ അവിടുത്തെ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്യും. 38 വയസ്സിൽ പ്രധാനമന്ത്രിയായി. അപ്പോൾ അവളുടെ കുട്ടിക്കാലം പോലുള്ള അവളുടെ ആഗ്രഹം അവളുടെ മാതാപിതാക്കൾ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് നേഷൻ ബിൽഡിങ്ങിൽ, അതായത് ഈ രാജ്യം ബിൽഡ് ചെയ്യണം. നമ്മുടെ വീട്, ഒരു അമ്മ, ഒരു അച്ഛൻ, ഒരു മാതാപിതാക്കൾ, ഒരു വീട് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? വരുന്ന എമൗണ്ട്, വരുമാനം അതിനെ തുല്യമായി വിഹിതിച്ച് മക്കളുടെ വിദ്യാഭ്യാസം, അതിനൊരു സ്വപ്നം, പദ്ധതി, ഇതൊക്കെയാണല്ലോ വീട് എന്ന് പറയുന്ന പോലെ ഈ രാജ്യത്തിലേക്ക് വരുന്ന വരുമാനം, ആ വരുമാനം എങ്ങനെ വിഹിതിക്കണം, എത്ര തൊഴിലവസരം ഉണ്ടാവണം, ആർക്കൊക്കെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ആർക്കൊക്കെ തുല്യത ഉറപ്പുവരുത്തണം, ആരെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം ഏതാണ്, അവരെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ബിൽഡ് ചെയ്യുകയാണ്. ഇപ്പം നെഹ്റു എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന രാജ്യത്തിലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നമ്മൾ വിദേശ രാജ്യങ്ങളുമായി കിടപിടിക്കുന്നതും നമ്മൾ വിദേശ രാജ്യങ്ങളുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതും ഒക്കെ ഈ രാജ്യം ഒരു 10-15 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കണമെന്ന് നെഹ്റു ചിന്തിച്ച സമയത്താണ്. ഇപ്പോൾ നമുക്ക് 90 കാലഘട്ടം ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്ന് പറയുന്ന സാധനം ഇന്ത്യയിലോട്ട് കടന്നു വന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അങ്ങേയറ്റം പ്രതിസന്ധിയിലിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ കരുതൽ സ്വർണ്ണം കൊണ്ടുപോയി ബ്രിട്ടനിൽ പണയം വെച്ച് ആ പൈസ എടുത്തുകൊണ്ട് വന്ന് ജീവിച്ചൊരു രാജ്യമാണ്. എൻ്റെ ഫാദറൊക്കെ പറയുന്ന ഒരു ചിന്തയുണ്ട്. അതായത് പണ്ട് ഒരു ടെലിവിഷൻ ബുക്ക് ചെയ്തിട്ടിരുന്ന് കഴിഞ്ഞാൽ 6 മാസം 7 മാസം കഴിയുമ്പോൾ ഒരു ടെലിവിഷൻ വീട്ടിൽ വരുന്നത്. എൻ്റെ വല്യമ്മച്ചയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് വീട് പണിയാൻ വേണ്ടി സിമൻറ്റിന് വേണ്ടി ബുക്ക് ചെയ്ത് സിമൻറ്റ് വന്നത് 10 ചാക്ക് സിമൻറ്റ് ചോദിച്ചാൽ 1 ചാക്ക് സിമൻറ്റേ കിട്ടുകയുള്ളൂ. കാരണം അന്ന് ഇന്ത്യയിൽ മാത്രം സിമൻറ്റ് ഉൽപ്പാദനം ഉണ്ടായിരുന്നു, കമ്പനികൾ. അപ്പോൾ ആ സിമൻറ്റ് വീട്ടിൽ വന്നതിന് ശേഷം ആ സിമൻറ്റ്, അത് കല്ല് പോലെ സിമൻറ്റ് പൊടിച്ച് അരിപ്പ കൊണ്ട് അരിച്ച് വീട് വെച്ച ആൾക്കാരുണ്ട്. ടെലിവിഷൻ, അതുപോലെ വാഹനങ്ങൾ, മൊബൈൽ ഫോൺ, ഇതൊന്നും നമ്മുടെ രാജ്യത്ത് ഇത് 90-ൽ നമ്മുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കുകയാണ്. നിനക്ക് വിദേശത്തൊന്നും ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കറ്റ് തുറന്നു കൊടുത്തത് ആ വലിയ ചിന്ത മൻമോഹൻ സിംഗ് അന്ന് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ്. നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്. എന്നാൽ നരസിംഹറാവു ബാബറി മസ്ജിദ് കേസ് വിഷയം നമുക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അപ്പം അവരെന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? നേഷനെ ബിൽഡ് ചെയ്യുക, രാജ്യത്തെ ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ നേഷൻ ബിൽഡിങ്ങിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ധാർമ്മികത, നിയമപരമായി നമുക്ക് ഇതിനകത്തൊക്കെ ഊരിപ്പോകാം. കാരണം നിയമത്തിനകത്ത് ഇതിനകത്തെല്ലാം പ്രശ്നങ്ങൾ, ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷേ ധാർമ്മികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവർ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണോ അവരെ നിലനിർത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനമാണ്.